പഴം വെച്ചിട്ട് കാണാനൊക്കെ ഒന്ന് വ്യത്യസ്തമായിട്ട് സിമ്പിളായിട്ടുള്ള ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെറൈറ്റി സ്നാക്കിൻ്റെയാണ് ഇന്നത്തെ റെസിപ്പി. ഉണ്ടാക്കിയെടുക്കാൻ നല്ല എളുപ്പമാണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് ഇത് കഴിക്കാനായിട്ട്, കാണാനും നല്ല ഭംഗിയാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു പലഹാരം തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ ഈ ഒരു പലഹാരം തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് നന്നായിട്ടൊന്ന് മെൽറ്റായിട്ട് വന്നാൽ ഇനി ഇതിലേക്കൊരു 3 മീഡിയം സൈസിലുള്ള നേന്ത്രപ്പഴം ചെറുതായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. വഴറ്റിയെടുക്കുന്ന പഴം അത്യാവശ്യം പഴുത്തിട്ടുള്ള പഴം തന്നെ എടുക്കുക, എന്നാലാണ് കറക്റ്റ് ടേസ്റ്റ് ഉണ്ടാവുക. മറ്റേതൊരു കറ കുത്തുന്ന ടേസ്റ്റൊക്കെ ഉണ്ടാവും. അപ്പോൾ പഴം ഏകദേശമൊക്കെ ഒന്ന് കളർ മാറി ചെറുതായിട്ടൊന്ന് കളർ മാറി വരുന്ന സമയത്ത് ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിതിലേക്ക് ഒരു 2.5 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ പഞ്ചസാര ചേർക്കുമ്പോൾ പഴം ഏകദേശം ആയതിനു ശേഷം മാത്രം ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്കൊരു 1/4 കപ്പ് തേങ്ങ ചിരകിയതും കൂടെ ചേർത്ത് കൊടുക്കാം. തേങ്ങ കൂടുതലുണ്ടെങ്കിൽ കൂടുതൽ ടേസ്റ്റാണ്. അപ്പോൾ തേങ്ങ കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. പിന്നെ തേങ്ങ ഒന്ന് മൊരിഞ്ഞിട്ടാണ് വേണമെന്നുണ്ടെങ്കിൽ ആദ്യം പഴം ഇടുന്നതിന് മുന്നായിട്ട് തേങ്ങ ഒന്ന് വറുത്തിട്ട് എന്നിട്ട് അതിലേക്ക് പഴം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയും ചെയ്യാം. അങ്ങനെയാകുമ്പോൾ തേങ്ങ കുറച്ച് മൊരിഞ്ഞിട്ടുണ്ടാവും. ഇങ്ങനെ ആയാലും നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. മറ്റേ മൊരിഞ്ഞിട്ടുള്ളത് ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ തേങ്ങ ആദ്യം വറുത്തെടുത്താലും മതിയാവും. അപ്പോൾ തേങ്ങ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം ഇനി അവസാനം ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ ഏലക്കാപ്പൊടി കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഏലക്കാപ്പൊടി കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് ഈ ഒരു പഴം നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. ചട്ടകം വെച്ചിട്ട് തന്നെ നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് ഉടച്ചെടുത്താൽ മതിയാവും. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തന്നെ കുറച്ച് സമയം നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് ഉടച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ പഴമൊക്കെ നന്നായിട്ട് മിക്സാക്കി വേവിച്ചെടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് ഇടയ്ക്കൊന്ന് കടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നിലക്കടല പൊടിച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചിട്ടാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു സ്റ്റെപ്പ് നിർബന്ധമൊന്നുമില്ല, ഉണ്ടായാൽ നല്ലൊരു ടേസ്റ്റാണ്. ഇനി കടലയ്ക്ക് പകരം നിങ്ങൾക്ക് കാഷ്യൂ നട്ട്സ് ഉണ്ടെങ്കിൽ അതൊന്ന് പൊടിച്ചിട്ട് ചേർത്ത് കൊടുത്താലും മതി. നെയ്യിലിട്ട് ജസ്റ്റ് ഒന്ന് വറുത്തിട്ട് പൊടിച്ചിട്ട് ചേർത്ത് കൊടുത്താലും മതിയാവും. പിന്നെ കടലയും നട്ട്സൊന്നും ഇല്ലയെന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല, തേങ്ങയും പഴവും മാത്രമായാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുത്ത് നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാറിയിട്ട് കിട്ടണം. ഒരുപാട് അങ്ങോട്ട് ചൂടാറണമെന്നില്ല, ജസ്റ്റ് ഒന്ന് ആ ഒരു നല്ല ചൂടൊന്ന് മാറി കിട്ടിയാൽ മതിയാവും. അപ്പോൾ പഴത്തിൻ്റെ മിക്സ് അവിടെ ചൂടാറി വരുന്ന സമയം കൊണ്ട് ഇനി ഇതിലേക്കൊരു ബാറ്റർ റെഡിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കാം. കൂടെ തന്നെ ഇതിലേക്ക് 1 കപ്പ് പാലും അതുപോലെ തന്നെ 1 കപ്പ് അളവിൽ നല്ല നിറയെ മൈദയും കൂടെ ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഇതിലേക്ക് മധുരത്തിന് വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് പാകത്തിൻ്റെ ഒരു നുള്ള് ഉപ്പാണ്. കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബേക്കിംഗ് പൗഡറാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ബേക്കിംഗ് പൗഡർ ചേർക്കണം നിർബന്ധമൊന്നുമില്ല, കയ്യിലുണ്ടെങ്കിൽ ഒരു നുള്ള് ചേർത്ത് കൊടുക്കാം, ഇല്ലെന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇവയെല്ലാം കൂടെ മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇനി ഇതുപോലൊരു ബോട്ടിലെടുത്ത് അതിൻ്റെ അടപ്പിൽ ഇതുപോലൊരു ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാൻ സ്റ്റൗവിൽ വെച്ചിട്ട് നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മാവ് ഈ ഒരു ബോട്ടിലാക്കിയിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കാം. ഇനി ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതൊന്ന് ചുട്ടെടുക്കാം. നമ്മൾ ദോശ ചുട്ടെടുക്കുന്ന പോലെ തന്നെ ബോട്ടിലിട്ടിട്ട് ഒന്ന് ഡിസൈൻ ആക്കിയിട്ട് ചെയ്തെടുക്കുന്നതേ ഉള്ളൂ. പിന്നെ ഇതുപോലെ ചെയ്തെടുക്കുന്ന സമയത്ത് എല്ലാ ഭാഗവും ഒന്ന് കവർ ചെയ്തിട്ട് വേണം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇതെടുക്കുന്ന സമയത്ത് പൊട്ടിപ്പോവും. അപ്പോൾ എല്ലാ ഭാഗവും ഒന്ന് കണക്ട് ചെയ്തിട്ട് വേണം ഇതുപോലെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതേ രീതിയിൽ ബാക്കിയുള്ളതൊക്കെ ആയിട്ട് ദോശ ചുട്ടെടുക്കാം. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഡിസൈൻ ചെയ്തെടുക്കാം, പക്ഷേ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ കണക്ട് ചെയ്തിട്ട് വേണം, എല്ലാ ഭാഗവും കണക്ട് ചെയ്തിട്ട് വേണം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ മുകൾ ഭാഗമൊക്കെ നല്ല സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ പാനിൽ നിന്ന് മാറ്റാം. എളുപ്പത്തിൽ നല്ല രസമായിട്ട് തന്നെ ഇത് ചെയ്തെടുക്കാം കേട്ടോ. പെട്ടെന്ന് പണി തീരുകയും ചെയ്യും. ഈ ഒരു നല്ല ലൂസായിട്ട് വരുന്നത് കാരണം പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ എല്ലാതും ഇതുപോലെ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഇനി നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള പഴത്തിൻ്റെ മിക്സിൽ നിന്ന് ചെറിയ ചെറിയ ബോൾസാക്കി എടുത്തിട്ട് ഇതുപോലെ ഒന്ന് നീളത്തിൽ ഉരുട്ടിയെടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ ഒരു ദോശയുടെ സെൻറ്ററിലായിട്ട് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കാം. ചൂടോടുകൂടി തന്നെ റോൾ ചെയ്തെടുക്കുമ്പോൾ കറക്റ്റായിട്ട് ഒട്ടി കിട്ടുകയും ചെയ്യും, നല്ല വൃത്തിക്ക് കിട്ടുകയും ചെയ്യും.
ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ജസ്റ്റ് എണ്ണയിലിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ടും കഴിക്കാം കേട്ടോ. അല്ലെങ്കിൽ ജസ്റ്റ് ഓയിൽ നെയ്യ് സ്പ്രെഡാക്കിയിട്ട് അതിലിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്തും കഴിക്കാം. ഇങ്ങനെയും കഴിക്കാം. ഞാനിപ്പോൾ വേറെ ഒന്നും ചെയ്തിട്ടില്ല, ഇതേ രീതിയിലാണ് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. നല്ല ടേസ്റ്റാണ്, ഹെൽത്തി ആയിട്ടുള്ള, തീർച്ചയായിട്ടും കുട്ടികൾക്കൊക്കെ ഒന്ന് വെറൈറ്റി ആക്കിയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു പലഹാരമാണ്. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ നല്ല അടിപൊളി വീഡിയോയുമായി വീണ്ടും വരാം. അതുവരെ ടേക്ക് കെയർ, ബൈ, താങ്ക് യു.